പ്രതിഭ ജയിക്കും 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 ഉറപ്പ് 100%. എന്താ തർക്കമുണ്ടോ? തർക്കം ഉണ്ടെങ്കിൽ കൊണ്ടുപോണേ ഇതെല്ലാം. അഡ്വക്കേറ്റ് എം ലിജു ജയിക്കാൻ സാധ്യതയുണ്ട്. കാരണം അദ്ദേഹം നല്ലൊരു മനുഷ്യനാണ്. നമസ്കാരം. നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് കായംകുളം നിയോജക മണ്ഡലത്തിലാണ്. ഇവിടെ ശക്തമായ ത്രികോണ മത്സരമാണ് നടക്കുന്നത്. ജയപരാജയങ്ങൾ നിർണ്ണയിക്കുന്ന വോട്ടർമാരുടെ അഭിപ്രായം നമുക്ക് ചോദിച്ചറിയാം. ഞാൻ പറഞ്ഞ അവർ ജയിക്കുമെന്ന് തന്നെ എൻ്റെ വിശ്വാസം. ജയിക്കണം, അത്ര തന്നെ. അത് തന്നെയാണ് ഞാൻ പറയുന്നത്. ഭൂരിപക്ഷം കിട്ടുന്നത് ചിലപ്പോൾ കുറവായിരിക്കും, ഭൂരിപക്ഷം കുറവായിരിക്കും. എന്നാലും അവർ ജയിക്കുമെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. അതും ഞാനതിന് തീർത്തു പറയുന്നില്ല. പക്ഷെ അവർ മന്ത്രി ആവേണ്ട ഒരു സാഹചര്യം ഉണ്ട്. കാര്യം ഇപ്പം 2 പ്രാവശ്യവും അവർ MLA ആയി. 3ാമത്തെ പ്രാവശ്യം അവർ ആകുകയാണെന്ന് വരികിൽ ഒരു മന്ത്രിസ്ഥാനം കിട്ടുന്നതിന് യാതൊരു കുഴപ്പമുള്ള അല്ലല്ലോ. അതുകൊണ്ട് അപ്പോൾ അതിൻ്റേതായ ആ ഭരണ മേഖലയിൽ അവർക്ക് അതിൻ്റേതായ ഒരു സാഹചര്യം അവർക്ക് ഉണ്ടാവുമല്ലോ, കാണുമല്ലോ. അപ്പോൾ അത് മന്ത്രിയാവുന്നതുകൊണ്ട് യാതൊരു ദോഷവും ഇല്ലെന്നാണ് എൻ്റെ വിശ്വാസം. അഡ്വക്കേറ്റ് എം ലിജു ജയിക്കാൻ സാധ്യതയുണ്ട്. കാരണം അദ്ദേഹം നല്ലൊരു മനുഷ്യനാണ്. വികസനം ഉണ്ടായിരുന്നു, ഒരു മാറ്റം വേണമല്ലോ. ആരായാലും മാറ്റം ആഗ്രഹിക്കുമല്ലോ. LDF ജയിക്കത്തുള്ളൂ. കാരണം LDF ഉള്ളത് കൊണ്ടാണ് ഇന്ന് 1 രൂപയെങ്കിലും പെൻഷൻ മേടിക്കുന്നത്. ഇപ്പം വരെയുള്ളത് പെൻഷൻ കംപ്ലീറ്റ് തീർത്ത്. ഓക്കേ, അപ്പം നിങ്ങൾ ഒരു ദിവസം വയ്യോളം ഇരിക്കാനൊന്നു അതിനുള്ള ശമ്പളം എത്ര? നല്ല നല്ല റോഡുകൾ ഞങ്ങളുടെ ഈ നാട്ടിൽ ഒരു കുഴപ്പവും ഇല്ല. നല്ല റോഡ് ഞങ്ങൾക്ക് വേണമെന്ന് പറയുന്ന വർഷം തന്നെ വെട്ടിച്ചു. 2000 രൂപ വോട്ട് കൊടുക്കത്തില്ല. കോൺഗ്രസിന് കൊടുക്കത്തില്ല. LDF മാത്രമേ ഇവിടെ ജയിക്കത്തുള്ളൂ. കാരണമുണ്ട്. 600 രൂപ പെൻഷൻ സ്റ്റാർട്ടിങ്ങിലേ അന്ന് അവരെന്തുവാ ചെയ്തതെന്ന് നിങ്ങളോട് ഇപ്പോൾ പറയാൻ പറ്റത്തില്ല. പ്രതിഭ ജയിക്കും 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 ഉറപ്പ് 100%. എന്താ തർക്കമുണ്ടോ? തർക്കം ഉണ്ടെങ്കിൽ കൊണ്ടുപോണേ ഇതെല്ലാം. ഞങ്ങളെല്ലാവരും അഡ്വക്കേറ്റ് എം ലിജുവിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട് ഫീൽഡിലിറങ്ങിയവരാണ്. ഞാൻ ദളിത് കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡൻറ്റ്, അദ്ദേഹം ദളിത് കോൺഗ്രസിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി, പിന്നെ KDPയുടെ സംസ്ഥാന അധ്യക്ഷൻ ഞങ്ങളുടെ കൂടെ ഉണ്ട്, ശ്രീ പന്തളം രാജേന്ദ്രന്. ഇതെല്ലാം ബാക്കി എല്ലാവരും ഞങ്ങളുടെ ജില്ലാ ഭാരവാഹികളും സഹപ്രവർത്തകരുമാണ്. കഴിഞ്ഞ 20 വർഷമായിട്ട് കായംകുളത്ത് LDFൻ്റെ MLA ആണുള്ളത്. അപ്പോൾ ഒരു മാറ്റം അനിവാര്യമാണ്. ജനങ്ങൾ വോട്ട് ചെയ്യാൻ തയ്യാറായി നിൽക്കുകയാണ്. പ്രഗത്ഭനായ ഒരു സ്ഥാനാർത്ഥിയാണ് ഞങ്ങൾക്ക് കായംകുളത്ത് കിട്ടിയിരിക്കുന്നത്. ഞങ്ങളുടെ ഒട്ടനവധി വിഷയങ്ങൾക്ക് പരിഹാരം കാണുവാൻ UDF അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ കഴിയുമെന്ന് കരുതുന്നു. കഴിഞ്ഞ വർഷമൊക്കെ പട്ടികജാതി വിഭാഗത്തിന് മാറ്റിവെച്ചിരുന്ന 612 കോടി രൂപ ഒരു കാരണവുമില്ലാതെ ഈ സർക്കാർ എടുത്ത് മാറ്റിയിരുന്നു. അത് കഴിഞ്ഞിങ്ങോട്ട് 2025-26 ഇപ്പോൾ ഈ ഭരണത്തിൽ നിന്ന് ഇറങ്ങുന്ന സമയം വരെ 117 കോടി രൂപ വീണ്ടും എടുത്ത് മാറ്റിയിരിക്കുന്നു. അപ്പോൾ പട്ടികജാതി വിഭാഗത്തെ ഒരിക്കലും കരുതുന്ന ഒരു സർക്കാരല്ല ഇപ്പോഴുള്ളത്. നമ്മുടെ ഇത് കായംകുളം നിയോജകമണ്ഡലമാണ്. ഇവിടെ മത്സരിക്കുന്നത് ഇപ്പം 3ാം തവണ പ്രതിഭയാണ്. ഇപ്പോൾ ഇവിടെ കായംകുളം മണ്ഡലത്തെ സംബന്ധിച്ച് പ്രതിഭ ഇവിടെ നല്ല രീതിയിലുള്ള വികസന പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. സ്ത്രീകളും കുട്ടികളും അടക്കം വളരെയേറെ പരിഗണന കൊടുക്കുന്ന ഒരു സ്ഥാനാർത്ഥിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ വിജയിക്കും. മാത്രമല്ല കായംകുളം മാത്രമല്ല, കായംകുളം, മാവേലിക്കര, ചെങ്ങന്നൂർ അടക്കമുള്ള പ്രദേശങ്ങളിൽ, സമീപ പ്രദേശങ്ങളിലും ഇടതുപക്ഷം ജയിക്കുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ ഉള്ളത്. മൊത്തത്തിൽ ഇടതുപക്ഷം ഭരണത്തിൽ കയറുന്ന ഒരു സാഹചര്യമാണ് പൊതുവെ നിലനിൽക്കുന്നത്. കാരണം വികസന പ്രവർത്തനങ്ങളാണ് ജനങ്ങൾ വിലയിരുത്തുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും ഇടതുപക്ഷം
ഭരണത്തിലേറുമെന്നുള്ളതാണ് എൻ്റെ കാഴ്ചപ്പാട്. കേരളത്തിലിപ്പം നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ UDF ജയിച്ചു വരണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. കാരണം കഴിഞ്ഞ 10 വർഷമായി കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിൻ്റെ സമസ്ത മേഖലകളും തകർക്കപ്പെട്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് പട്ടികജാതി പട്ടികവർഗ ജനവിഭാഗങ്ങളുടെ ഇടയിൽ അവരുടെ എല്ലാ വികസന പ്രവർത്തനങ്ങളും തടസ്സപ്പെടുത്തിയിരിക്കുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദാഹരണമാണ് കഴിഞ്ഞ 10 വർഷക്കാലം കറക്റ്റായിട്ട് കേരളത്തിലെ പഠിക്കുന്ന കോളേജ് തലങ്ങളും പ്രൊഫഷണൽ വിദ്യാഭ്യാസ രംഗത്ത് വരെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് സ്റ്റൈഫൻഡ് കിട്ടിയിട്ടില്ല. അതിനൊരു പ്രധാന കാരണമെന്ന് പറയുന്നത് ഫണ്ടില്ല എന്നാണ് ഇവർ പറയുന്നത്. പട്ടികജാതി വികസന വകുപ്പിൽ ഒരു കാലത്തും ഫണ്ടില്ലാതെ വന്നിട്ടില്ല. ഈ ഫണ്ടെന്ന് പറയുന്നത് മറ്റ് ചില മേഖലകളിലേക്ക് തരം മാറ്റിക്കൊണ്ട് പോകുന്നത് കൊണ്ടാണ് ഈ ഫണ്ടില്ല എന്ന് പറയുന്നത്. ഇവിടെ ഇപ്പം പഴയ വെച്ച് നോക്കുമ്പോൾ ഇപ്പം എം ലിജു ജയിക്കാൻ ചാൻസ് ഉള്ളൂ. മുമ്പ് 10 കൊല്ലത്തെ ആ ഭരണത്തിൻ്റെ പോരായ്മ ഉണ്ട്. എം ലിജുവിന് ആ ചാൻസ്. ചൂണ്ടിക്കാട്ടുന്ന ഭരണ പോരായ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഈ റോഡുകളൊക്കെ വികസിപ്പിച്ചു എന്നൊക്കെ ശരിയാണ്. പക്ഷേ MLA എപ്പോഴും ആക്റ്റീവായിട്ടൊക്കെ ഉണ്ട്, ഇല്ല MLA ചെല്ലാത്ത സ്ഥലങ്ങളുണ്ട്. അങ്ങനെയൊക്കെ കുറച്ച് പ്രശ്നങ്ങളും MLA കുറിച്ചൊരു നെഗറ്റീവുകളും വന്നത് കാരണത്താൽ ചിലപ്പോൾ നല്ല ഒരു 90% എം ലിജു ജയിക്കാൻ ചാൻസ് ഉണ്ട്. ഇല്ല, ഇത് പൊതുവേ ഇപ്പം LDFനെ കൊണ്ടൊരു ചെറിയ പോരായ്മ വരുന്നത് കൊണ്ട് കാരണം എം ലിജു ജയിക്കാൻ ചാൻസ് ഉണ്ട്. UDFൻ്റെ തരംഗമാകാൻ ചാൻസ് ഉണ്ട്. ഒരു 80% UDFൻ്റെ തരംഗമാവും. ഫുള്ളും ഒരു 20% ഭൂരിപക്ഷം അഥവാ എം ലിജു ജയിക്കുകയെന്ന് ഒരു 10,000 വോട്ടിൽ താഴെ ആയിരിക്കും. LDF ഉള്ളിടത്തോളം കാലം നല്ല പ്രവർത്തനങ്ങളും നല്ല കാര്യങ്ങളുമാണ് ഇതുവരെ നടന്നിട്ടുള്ളത്. ഏതൊരു കാര്യത്തിനായാലും ഇനി അങ്ങോട്ട് അവർ ജയിച്ചാൽ തന്നെ നല്ല പ്രവർത്തനമായിരിക്കും ഉണ്ടായിരിക്കുന്നത്. കൊടുക്കത്തുള്ളൂ. LDF ഉള്ളിടത്തോളം ഞങ്ങളുടെ വിജയം LDF തന്നെ. വേറെ പുറത്ത് വേറെ ഒരു പാർട്ടിയാണ്. എത്ര രൂപ ഒരാൾക്കാർ മേടിക്കുന്നത്? ഇപ്പം തന്നെ പെൻഷൻ മേടിക്കുന്ന കുടിശ്ശിക തീർത്ത് കിട്ടിയില്ലേ? അപ്പോൾ പിന്നെ അവർ ജയിച്ചാലല്ലേ ഉള്ളൂ. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം പ്രാബല്യത്തിൽ വരുത്തില്ല. അവർ പറഞ്ഞങ്ങ് പോത്തതേ ഉള്ളൂ. ശരിയല്ലയോ? 600 രൂപയൊക്കെ കിടന്ന് 18 മാസം. അത് പറയല്ലേ, ആർക്ക് എനിക്ക് വേണമെങ്കിലും പറയാം, നിങ്ങൾക്ക് വേണമെങ്കിലും പറയാം, എന്ത് കാര്യങ്ങളും പറഞ്ഞിട്ട് പോകാം. പക്ഷെ അത് പ്രാബല്യത്തിൽ വരുത്തില്ല. ഒരു 600 രൂപ എന്ന് പറഞ്ഞത് 18 മാസം ശമ്പളമൊക്കെ ഇത് കുടിശ്ശിയായിട്ട് കിടന്നതാണോ? പിന്നെ ആരാ തീർത്തത്? സർക്കാർ കയറി, പിണറായി സർക്കാർ കയറി തീർത്തതല്ലേ. അപ്പം പിന്നെന്തുവാ ഈ പറച്ചിൽ? ഏത് കാര്യത്തിനായാലും പറച്ചിൽ മാത്രം ഉണ്ട്. പക്ഷെ പറയുന്നവർക്ക് പറഞ്ഞിട്ട് പോവാം. പക്ഷേ ഈ കാര്യങ്ങളൊക്കെ വല്ലതും ജയിക്കണമെങ്കിൽ LDF വന്നാലേ ജയിക്കത്തുള്ളൂ. അതാണ് നമ്മുടെ തീരുമാനം. ഇവിടെ അതേ ജയിക്കത്തുള്ളൂ എന്ന് ഞങ്ങൾക്ക് 100% ഉറപ്പുണ്ട്.